മുഴുനീള വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളെന്ന് വിശദീകരണം. കേസ് അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ഗവർണറെ അറിയിച്ച് സിദ്ധാർത്ഥിന്റെ പിതാവ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം. CAA മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത് അസീമുല്ലാ ഖാൻ. മുസ്ലിം ഉണ്ടാക്കിയതുകൊണ്ട് RSS പിൻവലിക്കുമോ എന്നും പിണറായി വിജയൻ. CPM മതന്യൂനപക്ഷത്തെ കബളിപ്പിക്കുന്നുവെന്ന് MK രാഘവൻ. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ഭരണഘടനാ സംരക്ഷണ റാലിയിലെ പ്രസംഗത്തിനെതിരെ. മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചതായ ആരോപണം. V മുരളീധരനെതിരെ LDFന്റെ പരാതി. പ്രചാരണത്തിനായി വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്ന് LDF. കോട്ടയത്ത് കണ്ടെയ്നർ ലോറി സ്കൂട്ടറിലിടിച്ച് 48-കാരിക്ക് ദാരുണാന്ത്യം. അപകടം ഭർത്താവിന് പിറന്നാൾ സമ്മാനം വാങ്ങാൻ പോകുന്ന വഴി. എറണാകുളം കോതമംഗലത്ത് 72-കാരി തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ. പിന്നിൽ മോഷണ ശ്രമമെന്ന് പ്രാഥമിക നിഗമനം. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ അറസ്റ്റിൽ. മുഖ്യപ്രതി നിതീഷിനെതിരെ മറ്റൊരു പീഡന പരാതിയിലും കേസെടുത്തു. പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്.